കഴിഞ്ഞ 5 മാസം നീണ്ടുനിന്ന കറക്ഷന് ശേഷം ഇന്ത്യൻ മാർക്കറ്റിൽ മികച്ച റിക്കവറി വരികയും ഇൻഡെക്സ് ബോട്ടം ലെവലിൽ നിന്നും 6% ഉയരുകയും ചെയ്തു. അട്രാക്റ്റീവ് വാല്യൂഷനിൽ പല സ്റ്റോക്കുകൾ ലഭിക്കുന്നതും ഇന്ത്യയുടെ മാക്രോ എക്കോണമിക് കണ്ടീഷൻസ് ഇംപ്രൂവ് ആകുന്നതും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് പ്രഷറിൽ വന്ന ഇടിവുമാണ് മാർക്കറ്റിൽ വന്ന റിക്കവറിക്ക് പിന്നിലെ പ്രധാന കാരണം. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി 23,350 ക്ലോസിംഗ് നൽകി. 2024 സെപ്റ്റംബറിലെ ഓൾ ടൈം ഹൈ ആയ 26,277 നിന്നും ഇപ്പോഴും ഇന്ത്യൻ മാർക്കറ്റ് 11% ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. ക്വാർട്ടർലി റിസൾട്ട് സെഷനിലെ കമ്പനികളുടെ പെർഫോമൻസും ഏപ്രിൽ 2 പ്രഖ്യാപിക്കുന്ന റെസിപ്രോക്കൽ താരിഫുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും വരാൻ പോകുന്ന മൺസൂൺ സീസണുമായിരിക്കും ഇനി മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ചില പ്രധാന ഘടകങ്ങൾ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് റിലേഷൻസിൽ മോശമുണ്ടാകാത്തിടത്തോളം കാലം മാർക്കറ്റിന് തൽക്കാലം വലിയ ഭീഷണികളൊന്നുമില്ല. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ലോങ് ടൈമിൽ ഇന്ത്യൻ മാർക്കറ്റ് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കും എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ലോങ് ടൈമിൽ 20 മുതൽ 30% റിട്ടേൺ തരാൻ ശേഷിയുള്ളതും യെസ് സെക്യൂരിറ്റീസ് റെക്കമെൻഡ് ചെയ്യുന്നതുമായ 10 സ്റ്റോക്കുകളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്നാമത്തേത് ഇന്റർഗ്ലോബ് ഏവിയേഷൻ അല്ലെങ്കിൽ ഇൻഡിഗോ എന്ന സ്റ്റോക്ക്. 2024 സെപ്റ്റംബറിലെ നിയർ ടൈം ഹൈയെ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്ത് 5,044 സ്റ്റോക്ക് ക്ലോസിംഗ് നൽകി. സ്റ്റോക്കിൽ ഫോം ചെയ്തിരിക്കുന്ന സ്ട്രോങ് ബൈയിങ് മൊമെൻറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിന് 7,000 രൂപയുടെ ടാർഗറ്റാണ് അനലിസ്റ്റുകൾ നൽകുന്നത്. കൂടാതെ സ്റ്റോക്കിൽ ഒരു ട്രയാങ്കുലർ ബ്രേക്കൗട്ട് രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേണും കാണാൻ സാധിക്കും. രണ്ടാമത്തേത് ശ്രീറാം ഫിനാൻസ്. ഗോൾഡ് ലോൺ ഫിനാൻസ് സെക്ടറിലേക്ക് കൂടി അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്റ്റോക്കാണ് ശ്രീറാം ഫിനാൻസ്. ശ്രീറാം ഫിനാൻസ് അതിൻ്റെ ഓൾ ടൈം ഹൈ ആയ 700 എന്ന ലെവലിനെ ബ്രേക്ക് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. 676 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂവും സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. കൂടാതെ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വരികയും സ്റ്റോക്കിൻ്റെ ട്രെൻഡ് പോസിറ്റീവായി മാറുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അനലിസ്റ്റുകൾ 890 രൂപയുടെ ടാർഗറ്റാണ് ശ്രീറാം ഫിനാൻസിന് നൽകിയിരിക്കുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 30% അപ്സൈഡ് പൊട്ടൻഷ്യലുള്ള ഒരു സ്റ്റോക്കായിട്ടാണ് ശ്രീറാം ഫിനാൻസിനെ വിലയിരുത്തുന്നത്. മറ്റൊരു സ്റ്റോക്ക് ടാറ്റ പവർ. ഏകദേശം 2 വർഷം നീണ്ടുനിന്ന കൺസോൾട്ടേഷന് ശേഷം ഒരു സ്ട്രോങ് ബേസ് ഫോം ചെയ്ത് ഹയർ സൈഡിലേക്ക് നീങ്ങുന്ന സ്റ്റോക്കാണ് ടാറ്റ പവർ. ടാറ്റ പവറിനെ സംബന്ധിച്ചിടത്തോളം 325 വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടും 490, 500 തുടങ്ങിയ ലെവലുകൾ റെസിസ്റ്റൻസുമാണ്. അതുകൊണ്ട് 490, 475 പോലുള്ള ടാർഗറ്റ് ടാറ്റ പവറിൽ നിന്നും പ്രതീക്ഷിക്കാം. ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് ബോട്ടം ലെവലിൽ നിന്നും വന്ന ബൈയിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ 2024 ജൂൺ മാസത്തെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് സ്റ്റോക്കിൻ്റെ സ്ട്രോങ് ബൈയിങ് മൊമെൻറ്റത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. 2025 ഫെബ്രുവരിയേക്കാളും മികച്ച ആവറേജ് ലെവലിലുള്ള സ്റ്റോക്കിൽ 770 വരെയുള്ള അപ്സൈഡ് മൊമെൻറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു സ്റ്റോക്ക് വേദാന്ത എന്ന സ്റ്റോക്കാണ്. US ഇൻഡെക്സിൽ വന്ന ഇടിവിൻ്റെ ബെനിഫിറ്റിൻ്റെ പശ്ചാത്തലത്തിൽ വേദാന്ത 467 ക്ലോസിംഗ് നൽകി. വേദാന്തയ്ക്ക് 28% അപ്സൈഡിൽ 600 ടാർഗറ്റാണ് അനലിസ്റ്റുകൾ നൽകുന്നത്. മെറ്റൽ സെക്ടറിൽ വന്ന ബൈയിങ് മൊമെൻറ്റവും US ഇൻഡെക്സിൽ വന്ന ഇടിവിൻ്റെയും പശ്ചാത്തലത്തിൽ വേദാന്ത എന്ന സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. 12% സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇമ്പോർട്ട് സ്റ്റീലിന് മുകളിൽ ഏർപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ JSW സ്റ്റീൽ എന്ന സ്റ്റോക്കിനെയും അടുത്ത ഒരു വർഷത്തെ പീരീഡ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. 1058 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. മെറ്റൽ സെക്ടറിലെ കമ്പനികളെല്ലാം മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. 900 രൂപയുടെ സ്ട്രോങ് സപ്പോർട്ട് ഫോം ചെയ്തതിന് ശേഷം സ്റ്റോക്ക് 1050 ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും 1340 സ്റ്റോക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസ് എന്ന സ്റ്റോക്കിനെയും വരും സമയങ്ങളിലേക്ക് നമ്മൾക്ക് ഫോക്കസ് ചെയ്യാം. 625 മുകളിൽ സ്റ്റോക്ക് സ്ട്രോങ് ബേസ് ഫോം ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 780, 790 തുടങ്ങിയ ലെവലുകളിലേക്കുള്ള അപ്സൈഡ് മൊമെൻറ്റം സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. സ്റ്റോക്ക് ഇപ്പോൾ 640 രൂപയ്ക്ക് അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 650 മുകളിൽ സ്ട്രോങ് ബേസ് ഫോം ചെയ്യുകയാണെങ്കിൽ അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. 625 സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സെക്ടറിലെ കമ്പനികളൊക്കെ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ ആഴ്ചയിലെ പെർഫോമൻസ് നോക്കിയാലും സെക്ടോറിയൽ ഇൻഡിസസ് നമ്മൾ പരിശോധിച്ചാലും അവിടെ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ ശക്തി പ്രാപിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ദീർഘകാലമായി കൺസോൾട്ടേഷൻ ഫേസിലുള്ള ആവാസ് ഫിനാൻസേഴ്സ് എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാം. 1981 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 2000 പ്രധാന റെസിസ്റ്റൻസ് ആണ്. 2000 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ 2400 വരെയുള്ള അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ദീർഘകാലമായി കൺസോൾട്ടേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ഫേസിലുള്ള ഒരു സ്റ്റോക്കാണ് SRF. 2021 മുതൽ 2024 ഇടയിലുള്ള
സ്റ്റോക്കിൻ്റെ ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ ഇവിടെ റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് കാണാൻ സാധിക്കും. ഈ റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റിൽ നിന്നും ഒരു ബ്രേക്കൗട്ട് വരാൻ സാധ്യതയുള്ള സ്റ്റോക്ക് കൂടിയാണ് SRFന് 3630 ടാർഗറ്റാണ് അനലിസ്റ്റുകൾ നൽകുന്നത്. സ്റ്റോക്ക് 3024 ട്രേഡ് ചെയ്യുന്നു. മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നതും സ്ട്രോങ് ബൈയിങ് മൊമെൻറ്റം ഉള്ളതുമായ മറ്റൊരു സ്റ്റോക്ക് ബജാജ് ഫിനാൻസ് ആണ്. ബജാജ് ഫിനാൻസ് 8916 ട്രേഡ് ചെയ്യുന്നു. ബജാജ് ഫിനാൻസിന് 10,000 രൂപയുടെ ടാർഗറ്റാണ് അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്നത്. 10,000, 10,600 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കാം. 7,850 സ്റ്റോക്കിനൊരു സ്ട്രോങ് ബേസ് ഉണ്ട്. കൂടാതെ ദീർഘകാലം വലിയൊരു ബേസിനടുത്ത് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം സ്ട്രോങ് ബേസ് ഫോം ചെയ്താണ് സ്റ്റോക്ക് ബ്രേക്കൗട്ടിലേക്ക് നീങ്ങുന്നത്. ഈ സ്റ്റോക്കുകളെ വരുന്ന ഒരു വർഷത്തെ കാലയളവിൽ 20 മുതൽ 25% റിട്ടേണിന് വേണ്ടി നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്